നമ്മൾ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ? ഒരുപാട് ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു, ഈ കൂടോത്രമൊക്കെ ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വാസ്തവം നമുക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ അനുഭവിച്ചവർ പറയുന്നത് ഇത് ഉള്ളതാണെന്നാണ്. പിന്നെ ഇത് എത്രത്തോളം ഒരാൾക്കെതിരെ ചെയ്താൽ അത് അവർക്ക് എത്രത്തോളം അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ അത് ചെയ്യുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഒത്തിരിയൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുവാണെങ്കിൽ അത് ചെയ്യുന്നവരുണ്ട്. അത് വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്കത് അത്ര അറിയില്ല എന്നുള്ളതായിരുന്നു തോന്നുന്നു അതിൻ്റെ ശരിയായ കാര്യം. അപ്പോൾ എന്തായാലും ഇതുപോലൊരു ബ്ലാക്ക് മാജിക് കൊണ്ട് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടൊരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നടന്നത് 2013 2013 പത്തനംതിട്ടയിൽ നടന്നതാണ്. അപ്പോൾ ഈ ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആതിര എന്നാണ് അതിൻ്റെ പേര്. അതിന് ഒരു തരം ഫിസിക്കൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു ഡിസീസ് ഉണ്ടായിരുന്നു. അതെന്താണ്, അത് എന്തോ ഒരു തരം അസുഖമാണ്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ ഒത്തിരി എടുത്തിട്ടും പ്രത്യേകിച്ച് അതിനങ്ങനെ ഒരു എഫക്റ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ കാര്യം ഈ കുട്ടിയുടെ അച്ഛൻ എൻ്റെ അങ്കിളിനോട് പറഞ്ഞു. അപ്പോൾ അങ്കിളിൻ്റെ മരുമോനും കൂടെ പറഞ്ഞു, നമുക്കിത് ബ്ലാക്ക് മാജിക്ക് വഴി നമുക്കിത് ക്യൂർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും മനുഷ്യർ അങ്ങനെയാണല്ലോ. ഇപ്പം മെഡിക്കലി അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ അന്വേഷിച്ച് പോകും അതിന്. എന്തായാലും ആതിരയുടെ അച്ഛനും ആതിരയെ അത് വിശ്വസിച്ചു. അവർ ഈ 3 ദിവസത്തെ പരിപാടി റിച്വൽസ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ 3 ദിവസം ഈ കുട്ടിക്ക് ഒരു നേരം മാത്രമേ ആഹാരം കൊടുക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ ആണെങ്കിൽ എന്തോ ഈ റിച്വൽസിൻ്റെ പേരും പറഞ്ഞ് ഈ കുട്ടിയുടെ മേത്തൊക്കെ പൊള്ളിക്കുക, അങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 3-ാമത്തെ ദിവസം ഈ റിച്വൽ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടി തലകറങ്ങി വീണു. അവിടുന്ന് അവർ ഉടനെ തന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ ഈ കുട്ടി മരിച്ചുപോയി. അങ്ങനെ പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴത്തേനും പോലീസ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ മേത്ത് ഒരുപാടധികം 40-ലധികം മുറിവുകളുണ്ടായിരുന്നു. പലയിടത്തും പൊള്ളിയ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി മരിച്ചത് ഈ കുട്ടിയുടെ അസുഖം കൊണ്ടല്ല, മറിച്ച് ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ പേരും പറഞ്ഞ് ഈ കുട്ടിയെ ടോർച്ചർ ചെയ്ത ആ ഒരു ഇതിലാണ് ആ കുട്ടി മരിച്ചു പോയെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഈ അങ്കിളിനെതിരെയും മരുമോനെതിരെയും കേസെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തു. മർഡറിൻ്റെ ഇത് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. പക്ഷേ വളരെ ദാരുണമായൊരു സംഭവമല്ലേ. ആ കുട്ടി ഒന്നുമില്ലെങ്കിൽ അസുഖം വെച്ച് അത് ജീവിച്ചെങ്കിലും പോയേനായിരുന്നു. എന്തുവാണേലും ഇതുപോലുള്ള മറ്റു കഥകളുമായിട്ട് വീണ്ടും കാണാം വേറൊരു വീഡിയോയിൽ.